സന്തോഷ് ജോർജ് കുളങ്ങര കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ അല്ല ഇന്ത്യ എന്ന രാജ്യത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കേട്ടോ. ഇതാണ് സത്യത്തിൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. കേട്ടോളി. വോട്ട് കിട്ടുക, അധികാരത്തിൽ വരിക, 5 വർഷം നമുക്ക് ഭരിക്കാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞ ഇലക്ഷനിൽ സമൂഹത്തെ ഈ വോട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്ലീസ് ചെയ്യാം, ആരെ പ്ലീസ് ചെയ്യണം നമുക്കറിയാം. കാരണം എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇന്ന കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്താൽ എനിക്ക് ഇത്ര വോട്ട്, ഈസി മണി എന്ന് പറഞ്ഞ പോലെയാണ്, ഈസി ആയിട്ടുള്ള പണിയാണ്. ഇപ്പൊ എനിക്ക് ഇന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അങ്ങ് സുഖിപ്പിച്ചാൽ ഇത്ര വോട്ട് കിട്ടും. പിന്നെ ഓരോ വീട്ടിലേക്ക് വോട്ട് മേടിക്കണ്ട, അപ്പൊ പണി എളുപ്പം. എന്റെ ആശയം പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, എന്റെ വിഷൻ പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, ഭാവി കേരളത്തിലേക്ക് നടപ്പാക്കാനുള്ള പദ്ധതികൾ സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് വോട്ട് മേടിക്കണ്ട. എനിക്ക് ഏറ്റവും എളുപ്പം ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങ് സുഖിപ്പിക്കുകയോ ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഒരു സംവിധാനം. അതല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഒക്കെ നടന്നു വരുന്ന രീതി. അത് കമ്മ്യൂണലായി മാറി പൊളിറ്റിക്സ്. അത് എല്ലാവരും അതിനെ പിന്തുടരേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞു അല്ലെ. ഇപ്പം ഒരു മുന്നണി അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ മുന്നണിക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പം ഇതായി ഈ രാജ്യത്തിന്റെ ഡെമോക്രസി എന്നുള്ള അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു സ്വഭാവം. അതാണ് എന്റെ വിലയിരുത്തൽ. അതായത് പൊതുജനത്തിന് ഇതൊന്നും തിരിച്ചറിയാൻ കേരളം പ്രബുദ്ധരാണെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ തലക്കകത്ത് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തെ രാഷ്ട്രീയം തന്ത്രപൂർവ്വമായിട്ട് ഹൈജാക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പം ഈ പറഞ്ഞ സാധനം മാത്രം തലക്കകത്തിരിക്കുന്ന ഒരാളെ വളരെ എളുപ്പത്തിലേക്ക് കൊണ്ടുപോകാം. 2, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം എല്ലാ മനുഷ്യരിലേക്ക് എത്തിച്ചതോടുകൂടി അവന്റെ വിശ്വാസത്തിൽ അവന് കൂടുതൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന പോലെയാണ് ഇതിന്റെ ആൽഗോരിതം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഒരു മതത്തെ ചീത്ത പറയുന്ന വീഡിയോ, മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വീഡിയോയും അതേ സ്വഭാവത്തിലായിരിക്കും. പിന്നെ അങ്ങനെ 2 വീഡിയോ നിങ്ങൾ കണ്ടാൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് വരുന്ന പുഷ് ചെയ്ത് വിടുന്നത് അത്തരം വീഡിയോകളായിരിക്കും. അപ്പൊ ഇത് കാണുന്ന ഒരാളുടെ ഒരു മാസം കഴിയുമ്പോൾ ചിന്ത എന്താ, എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നതാണ് അവൻ മനസ്സിലാക്കുന്നത്. അവൻ അത് മാത്രമേ കാണുന്നുള്ളൂ. ഇതാരെങ്കിലും രാഷ്ട്രീയ നേതാവോ സാമുദായിക നേതാവോ ഈ സാധാരണക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നീ കാണുന്ന വീഡിയോ അല്ല ബാക്കിയുള്ളവർ കാണുന്നത്. നിന്റെ സ്വഭാവം ഇതാ പറഞ്ഞുകൊണ്ട് ഗൂഗിളിന്റെ ആൽഗോരിതം പുഷ് ചെയ്ത് വിടുന്നതാണിത്. ഫേസ്ബുക്കിന്റെ ആൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിനക്ക് ഇഷ്ടം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹിന്ദുവിനെ മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന വീഡിയോയാണ് ഇഷ്ടമെന്ന് അവൻ മനസ്സിലാക്കും. ആ ട്രെൻഡ് അത് മനസ്സിലാക്കിയിട്ട് അത്തരം വീഡിയോകളായിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുക. അത്തരം കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് മുഴുവൻ കിട്ടുക. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, നമ്മൾ ഇന്ന് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിനെ ചീത്ത പറയാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിമിനെ ചീത്ത പറയുന്ന കുറെ ആളുകളുടെ വീഡിയോ ആയിരിക്കും വേറൊരാൾ കാണുന്നത്. അവന് തുടർന്ന് കിട്ടുന്നത് മുഴുവൻ ഈ മുസ്ലിമിനെ ചീത്ത പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആണ്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോ എക്സസൈസ് ഇഷ്ടമുള്ളതാണ്, ബോഡി ബിൽഡിംഗ് ഇഷ്ടമുള്ളതാണെങ്കിൽ ബോഡി ബിൽഡിംഗിന്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടിരിക്കട്ടെ. തുടർന്ന് വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ബോഡി ബിൽഡിംഗിന്റെ ആയിരിക്കും. അതിനർത്ഥം ലോകത്ത് വേറെ വേറൊന്നും ചെയ്തില്ലെന്നാണോ? ഈ മണ്ടൻ വിശ്വസിക്കുകയാണ് ലോകത്ത് എല്ലാവരും ബോഡി ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, ഈ യൂട്യൂബ് തുറന്നാൽ ബോഡി ബിൽഡിംഗേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ചാൽ ആ മണ്ടനെ പിന്നെ എന്ത് പറയാനാ? ആ മണ്ടൻ അങ്ങനെ ഇപ്പം അതിന് മാറ്റാൻ അവരുടെ നേതാക്കന്മാർക്കോ സമുദായ നേതാക്കന്മാർക്കോ ഒന്നും ശ്രമിക്കാറില്ല. അവരൊന്നും ശ്രമിക്കാറില്ല. അത് എന്തിനാ ശ്രമിക്കുന്നത്? അവരുടെ ജോലി പോലെ. അത് മാത്രമല്ല, ഗവൺമെന്റുകൾ തന്നെ എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? വിദ്യാഭ്യാസം കൂടിയ ഒരു ജനത വലിയ സൗകര്യങ്ങൾ ആവശ്യപ്പെടില്ലേ? സൗകര്യങ്ങൾ മാത്രമല്ല പെർഫോം ചെയ്യേണ്ടതല്ലേ? ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരും മോശക്കാരല്ല. അപാരമായ ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ലെവലിൽ എത്താൻ കഴിയൂ. ഒരു സാധാരണക്കാരനോ സാധാരണ ചിന്തയിലുള്ളവനോ ഇന്നത്തെ ഒരു MLA പോലും ആകാൻ പറ്റില്ല. കാരണം ഒരു MLA എങ്കിലും ആകാൻ സാധാരണ രീതിയിൽ വലിയ പാർട്ടികളല്ല, ചെറിയ പാർട്ടികളൊക്കെ ആണെങ്കിൽ MLA പോലും ആകണമെങ്കിൽ ഇടിച്ച് കയറി ബാക്കിയുള്ളവരെ ഒത്തുക്കി അവനെ വെട്ടി അവിടെ എത്തുക എന്ന് പറയുന്നത് അപാരമായ കഴിവുകൾ വേണം. പക്ഷെ ആ കഴിവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിലേക്കാണ് കൂടുതൽ പോകുന്നത്. അത് രാഷ്ട്രനിർമ്മാണത്തിലോ ഈ പറഞ്ഞ രാഷ്ട്രനിർമ്മാണത്തിന്റെ വിഷനിലേക്കോ ഒന്നും അധികം പറ്റാറില്ല. ഞാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഏത് മുന്നണിയുടെ നേതാക്കന്മാർ മോശക്കാരാണെന്ന് അഭിപ്രായക്കാരില്ല. ഞാൻ വ്യക്തിയായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു സത്യം പറയാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, ഇവിടുത്തെ മന്ത്രിമാരാവട്ടെ, BJPയുടെ പല നേതാക്കന്മാരുമാവട്ടെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾ ഈ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവിടെ. ഞാൻ അവരൊക്കെ അടുത്ത് സംസാരിക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ പുരോഗമനപരമായ ചിന്ത തന്നെയാണ് ഇവിടെ മനസ്സിൽ. ഇവരൊക്കെ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും കാര്യം പറയാം. പക്ഷെ അതുകൊണ്ട് ഇവിടെ പാർട്ടി വോട്ട് കിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ സോക്കോൾഡ് മണ്ടന്മാരെ കൈകാര്യം ചെയ്യേണ്ട ടെക്നിക്ക് എന്നാണ് അവർക്കറിയാവുന്നത്. പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങളും വികാരങ്ങളും തന്നെയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത്. മതത്തെക്കുറിച്ചുള്ള ചിന്ത അത് മതപാർട്ടി എന്ന് കരുതുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവർ പോലും പങ്കുവയ്ക്കുന്ന മതത്തെക്കുറിച്ചുള്ള ചിന്ത സമാനമാണ്. അതിൽ നിന്നാണ് ഞാൻ പോലും ആശയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. അവർ പക്ഷേ അവര് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ മതചിന്ത എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു മത തീവ്രവാദിയെ പോലെ തന്നെ അവർ വർത്തമാനം പറയും. പക്ഷെ അവരുടെ സത്യസന്ധമായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ നല്ല മനുഷ്യരാണ്. അവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വളരെ വളരെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പോകണമെന്നും ഈ ശരിയായ പോസിറ്റീവായ ശാസ്ത്രബോധത്തോടെ യുക്തിബോധത്തോടെ പോകണം ചിന്തിച്ചവർ തന്നെയാണ്. വേറെ ഞാൻ പറയുന്നില്ല. എനിക്ക് സഫാരി ചാനൽ നടത്തി 13 കൊല്ലമായി. ഇതിൽ ചരിത്രങ്ങളിലൂടെ എന്ന പരിപാടിയിൽ തന്നെ ഈ മിക്കവാറും കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ബോർഡിൽ 5 വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവരൊക്കെ ആയിട്ട് അടുത്തിടപെടാനും പല കാര്യങ്ങൾക്കും നിരവധി പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെ നല്ല സൗഹൃദം എനിക്ക് ഇവരൊക്കെ ആയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബഹുഭൂരിപക്ഷം പേരും വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ശാസ്ത്രബോധത്തെ ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും. ശരിക്കും പൊതുജനം സാധാരണക്കാരൻ ഇപ്പം ചിലപ്പോൾ പൊതുജനം കഴുതാന്നൊക്കെ പറയും. ഈ പൊതുജനത്തിന് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇവരത് മനസ്സിലാക്കിക്കുന്നില്ല.
ഇത് അങ്ങനെ മനസ്സിലാക്കരുതെന്ന് ഇവരും ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും എളുപ്പത്തിൽ 10 വോട്ട് സമാഹരിക്കാൻ കിട്ടുന്ന ടെക്നിക്കുകളാണ് ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. ഈസി മണി ഈസി വോട്ടാണ്. അവിടെ ഏറ്റവും എളുപ്പമുള്ള പണി മനുഷ്യനെ അങ്ങ് ധ്രുവീകരിച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം മറ്റൊരു വോട്ടിയായിരിക്കും, മറ്റൊരു വിഭാഗം കൂടെ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇത് പൊളിറ്റിക്സ് ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. എക്സാക്ട്ലി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പാർലമെന്റ് ഇലക്ഷനിലെ ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു നല്ല കാൻഡിഡേറ്റിനെ മത്സരിക്കണമെങ്കിൽ എത്ര കോടി വേണം അറിയോ? 25 എന്നാണ് കേട്ടത്. അങ്ങനെയുണ്ടെങ്കിൽ 20 നിയോജകമണ്ഡലത്തിലെ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കണമെങ്കിൽ എത്ര കോടി വേണം? ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഒരു വ്യവസായം നടത്തി അത്രയും പൈസ വരുമാനം ഉണ്ടായത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബക്കറ്റ് വിലയിലൂടെ അത്രയും പൈസ ഇവിടെ കിട്ടുന്നത്? ഒരു അസംബ്ലി ഇലക്ഷൻ, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു 5 വർഷത്തിൽ എത്ര കോടി രൂപ ഒരു പാർട്ടിക്ക് വേണം? 2, ആ ഇലക്ഷൻ മാത്രം പോരല്ലോ, ആ പാർട്ടി സംവിധാനം എല്ലാ സമയത്തും പ്രവർത്തിക്കണ്ടേ? അപ്പൊ എത്ര കോടി രൂപ വേണം? അപ്പൊ ഇത്രയും കോടികൾ, ഒരു 1000-1500 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ, കാരണം അവരുടെ ഓഫീസുകൾ, അവരുടെ ഈ പിരിവ് എന്ന് പറയുന്ന സാധാരണക്കാരൻ കൊടുക്കുന്ന 100 രൂപ, 50 രൂപ, 150 രൂപ കൊണ്ടൊന്നും അല്ല, അത് ഓടില്ലല്ലോ. അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം, പണമില്ലാതെ രാഷ്ട്രീയമില്ല, പണമില്ലാതെ പൊളിറ്റിക്സ് ഇല്ല. പല രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസന്ധിയിലാകുമ്പോഴാ പണത്തിന്റെ വരവ് നിൽക്കുമ്പോൾ മാത്രമാണ്. പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ പണമാണ് ഏറ്റവും വലിയ ഫാക്ടർ പൊളിറ്റിക്സിന്റെ. അത് ആ ചോദ്യം വളരെ ബാരിശമായി പോയി എന്റെ അഭിപ്രായം. പണത്തിനകത്ത് ബിസിനസ് ആണെന്ന് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് പൊളിറ്റിക്സ് ആണ്. ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് പൊളിറ്റീഷ്യനാണ്, ബിസിനസ്സുകാരനാണ്. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ, അവിടുത്തെ സർക്കാരുകൾ തന്നെ ഓടുന്നത് അവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. ബിസിനസ്സുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ തെരഞ്ഞെടുക്കുന്നത് തന്നെ. അവിടെ രാഷ്ട്രം ഓടുന്നത് തന്നെ ബിസിനസ്സിലാണ്. അതെ, പക്ഷെ എന്നാൽ ഇത് കടന്നു കഴിയായിപ്പോയെന്ന് മാത്രം. ഇദ്ദേഹം ഇത് പണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇദ്ദേഹം ഇപ്പൊ അത് പ്രകടമായി പണ്ട് ഒളിച്ചു വെച്ചിരുന്ന് നിന്ന് തുറന്നു. അത് നമുക്കറിയാമല്ലേ, നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ. അമേരിക്കക്കാരന്മാർ മണ്ടന്മാരായി പോയതുകൊണ്ടാണോ അതോ പുതിയ ലോകത്തെല്ലാം ഇങ്ങനത്തെ ഒരു സാഹചര്യമാണോ? ഈ ഓരോ സമൂഹത്തെയും രാഷ്ട്രീയ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ്, വളരെ നിങ്ങൾ കരുതുന്ന പോലെ പൊട്ടന്മാരല്ല വരുന്നു. നമ്മൾ പലരെയും പരിഹസിക്കും, ഈ മണ്ടൻ ഇത് കൂടെ ചെയ്യുന്നു, ഈ മന്ത്രി ഒരു മണ്ടനായി പോയി എന്നൊക്കെ പറയുന്നത്. സുഹൃത്തെ, അയാൾ മണ്ടനായിരുന്നു, നിങ്ങളെപ്പോലെ കൂലിപ്പണിയും ചെയ്ത് അല്ലെങ്കിൽ പറമ്പി കളച്ച് നിന്നേനെ. അയാൾ ബുദ്ധിമാനായതുകൊണ്ടാണ് മന്ത്രി ആയത്. അത് അമേരിക്ക അവിടുത്തെ ജനങ്ങളെ പറയുന്നത്. അപ്പോ അവിടുത്തെ ഓരോ മനുഷ്യനെയും കൺവിൻസ് ചെയ്യാൻ, അവർക്ക് വേണ്ട ഓഫറുകൾ കൊടുക്കാൻ, ഇലക്ഷന് മുമ്പ് അവനെ ഒരു മായിക ലോകത്തേക്ക് എത്തിച്ച് അവനെ ഒരു ഹലൂസിനേഷനിലേക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ പാർട്ടിക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇലക്ഷന്റെ മുമ്പ് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിരന്തരമായ പ്രചാരണങ്ങളിലൂടെ ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന, അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന ആ പ്രോസസ് അറിയാമല്ലോ, അതിലൂടെ ഒരു ഹൈപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പണ്ട് ഏതോ ഒരാൾ പറഞ്ഞ പൊതുജനത്തെ കുറിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് ലോകത്തിൽ മുഴുവൻ ആപ്ലിക്കബിൾ ആയ കാര്യമാണ്. അത് അമേരിക്ക എന്നോ ഇന്ത്യ എന്നോ വ്യത്യാസമില്ല. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നോക്കിയാൽ പോലും മനസ്സിലാവും. കാരണം അത്രയും പൊതുസമൂഹത്തെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അവരെ കൊണ്ട് എങ്ങനെ വോട്ട്. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് പഴയ ഒരു കാലഘട്ടമാണ് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മോശക്കാരനല്ല, ഒരു ബിസിനസ്സുകാരൻ, പ്രകടമായ ബിസിനസ് നടത്തുന്ന ഒരാൾ, ഒരു ബിസിനസ് ടൈക്കൂൺ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം വോട്ട് ചെയ്യണം നിർബന്ധമില്ല പണ്ടാണെങ്കിൽ. അത് മാത്രമല്ല, അയാളുടെ മറ്റതെല്ലാം വിട്ട് അയാളുടെ ഒരു വ്യക്തിപരമായ അയാളുടെ ഒരു പെരുമാറ്റം തന്നെ മാന്യത ഒട്ടുമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണല്ലോ. അത് കണ്ടിട്ട് അമേരിക്കക്കാർ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ അമേരിക്കക്കാരെ എന്ന് പറയുന്ന പൊതുസമൂഹം നമ്മളെയൊക്കെ പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അമേരിക്കയിലെ ബുദ്ധിജീവി വിഭാഗത്തിന് അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് ആ രാഷ്ട്രത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറും സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും കുറച്ച് മെച്ചമാണെന്നേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അല്ലാതെ അവിടുത്തെ സാധാരണ കർഷകനും നമ്മുടെ ഒരു സാധാരണ കർഷകനും തമ്മിൽ ബുദ്ധിപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ അവനേക്കാൾ വിവരവും കുറച്ചുകൂടെ ലോക വിവരവും നമ്മുടെ നാട്ടിലെ കർഷകർക്കായിരിക്കും. അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ കൊള്ളതിനേക്കാൾ വിവരം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊണ്ടെന്ന് എത്രയോ തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ള. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ബുദ്ധിമാന്മാരായ ആളുകൾ നയിക്കുന്ന ക്രീമിലെയറായ ഒരു ബുദ്ധിമാന്മാരുടെ ഒരു സമൂഹത്തിന് അവിടെ സേ ഉള്ളതുകൊണ്ടും അവരാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയുള്ളതുകൊണ്ടും ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന ഒരു ജനസമൂഹം ഉള്ളതുകൊണ്ട് അവർ മുകളിൽ നിൽക്കുന്നു. നമ്മളെ നയിക്കുന്നത് വലിയ ഈ പറഞ്ഞ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത പ്രൊഫഷണൽ അല്ലാത്ത ആളുകളായതുകൊണ്ട്, പ്രൊഫഷണൽ സിസ്റ്റംസ് നമുക്ക് ഉണ്ടാക്കാത്തതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടി അലമ്പായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അതൊരു വ്യത്യാസം. അതാണ് ഹൈവേ നോക്കിയാൽ തന്നെ അറിയാമല്ലോ. അപ്പൊ അത്രേ ഉള്ളു. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.